സർ, ആരോഗ്യമന്ത്രി വീണ ജോർജിനേറ്റ പരിക്ക്. ആ പരിക്ക് കണ്ട് പലരും പരിഹസിച്ചു. പലതരത്തിലുള്ള ട്രോളുകൾ വന്നു. KSU അതിനിശ്ചിതമായി അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ, അത്തരമൊരു വീഡിയോ ദൃശ്യം ആരെങ്കിലും കൊണ്ടുചെന്ന് എത്തിച്ചാൽ അവർക്ക് നൽകാൻ പോകുന്ന ഇനാം അതുവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു കോൺഗ്രസും KSUവും. പക്ഷേ വിഷയം ഇപ്പോൾ അതൊന്നുമല്ല. വീണ ജോർജിനെ ഇനി ഒരു CPM-ന്റെ കോട്ടയിലേക്ക്, അല്ലെങ്കിൽ എവിടെയും CPM-ന്റെ ഒരു സീറ്റിലേക്കും മത്സരിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ് അവരുടെ ഭർത്താവ് അറിയിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ആളുകൾക്ക് തല്ലാനും കൊല്ലാനും വേണ്ടി ഭാര്യയെ വിട്ടു നൽകില്ല എന്ന ഉറച്ച തീരുമാനവുമായി രംഗത്തെത്തുകയാണ് വീണ ജോർജിന്റെ ഭർത്താവ്. രാജഗോപാൽ സാർ എങ്ങനെ വിലയിരുത്തും? അത് ശരിയാണ് നേതു. ഒരു ഭർത്താവിന്റെ ആശങ്ക അല്ലേ? അവർക്ക് കുട്ടികളുള്ളതാണ്, പ്രായപൂർത്തിയായ കുട്ടികൾ വരെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ ഗ്രഹനാഥന് ആശങ്കയുണ്ടാകും അല്ലേ? വീട്ടമ്മ പോയി പൊതുരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ഭയമുണ്ടാകും. വീണ്ടും നിങ്ങളുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂരിലാണല്ലോ ഇതൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമില്, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ രണ്ടിനും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവരുടെ കഴുത്തിന് നേരെ ഉണ്ടായ പ്രയോഗത്തിന്റെ വേദന അവർ അനുഭവിച്ചറിഞ്ഞെന്നാണ് പറയുന്നത്. അവിടെ മൂന്നിലേക്ക് കൺവേ ബെൽറ്റിൽ അതിലേക്കൂടെ ഇറങ്ങിയ സമയത്താണ് അവർക്ക് അതിന്റെ വേദന ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭർത്താവും വിട്ടുകൊടുക്കത്തില്ല, ഒരു കുടുംബനാഥനും വിട്ടുകൊടുക്കത്തില്ല അല്ലേ? ആരെങ്കിലും സമ്മതിക്കുമോ സ്വന്തം ഭാര്യയുടെ കഴുത്ത് ആരെങ്കിലും ഒക്കെ KSUക്കാർ പിടിച്ചു തിരിക്കാനും, കൈപിടിച്ചു തിരിക്കാനും, അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനും? അല്ലെ, നിങ്ങളുടെ കണ്ണൂരെ പാർട്ടി സഖാക്കള്, കണ്ണൂരിലെ എന്നുള്ള CPM ആളുകൾ പറയുന്നത് പോലെ തന്നെ അവരെ ഗറില്ല ആക്രമണത്തിലൂടെ, ഗറില്ല എന്ന് പറയുന്നത്, ഗറില്ലാണോ ഗോറില്ലയാണെന്ന് എന്തൊരു തരത്തിലുള്ള പ്രയോഗം നടത്തുന്നുണ്ട്, ഗറില്ല ആക്രമണത്തിൽ കൂടെ അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, അല്ലെ, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ MV ജയരാജന്റെ പ്രസ്താവന എങ്ങനെയാണ് പറഞ്ഞത്? അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പറയുന്നത്. അതായത് 3 KSUക്കാർ കുട്ടികൾ കൂടി വന്നിട്ട്, അതായത് 35 പോലീസുകാർ, ഏതാണ്ട് 30-35 പോലീസുകാരുടെ കവറേജ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ 3 KSUക്കാർ അവരെ കൊലപ്പെടുത്താനായിട്ട് ഗറില്ല മോഡൽ ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. അതാണ് പാർട്ടിയുടെ വേർഷൻ. നമ്മൾ കേട്ടത് അങ്ങനെയാണ് അല്ലെ? നമ്മൾ വിഷ്ണുവിൽ കണ്ട കാഴ്ചകൾ വേറെ, പക്ഷെ പാർട്ടിയുടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് കുടുംബനാഥനും ഒരു പേടിയുണ്ടാകും അല്ലെ? സ്വന്തം ഭാര്യയെ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് അവരെ അത്തരത്തിലുള്ള അപായപ്പെടുത്തലുകളിൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഭയമുണ്ട്. ആ ഭയം കൊണ്ടാണ് അത് അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളും രാഷ്ട്രീയത്തിൽ അങ്ങനെ വന്നിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ, കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ സഭയായ ഓർത്തഡോക്സ് സഭയുടെ ദേവലോകത്താണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ പിതാവിന്റെ ഓഫീസിൽ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അങ്ങനെ കുറച്ച് വലിയ അധികാര സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുള്ള ആളുമാണ്. ദേവലോക അരവനയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ശ്രീ ജോർജ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആശങ്കയുണ്ട് അത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തെല്ലാം സ്വാധീനങ്ങൾ ഉണ്ടായാലും ശരി, രാഷ്ട്രീയത്തിൽ എന്തെല്ലാം സ്വാധീനങ്ങൾ ഉണ്ടായാലും ശരി, പാർട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലും ശരി, എന്റെ ഭാര്യ വീണ ജോർജിനെ ഇനി ആറന്മുള മണ്ഡലത്തിൽ നിന്നാണ് അവർ തുടർച്ചയായിട്ട് 2 വർഷം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ UDFന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ഇത് സൂചിപ്പിച്ചത് ശരിയാണ്. UDFന്റെ ഒരു ശക്തി കേന്ദ്രമായ മണ്ഡലത്തില് വീണ ജോർജിനെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനായിട്ട് മത്സരിച്ചു. പിന്നീട് അവര് പാർട്ടിയുടെ ഒരു നല്ല അനുഭാവി, ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളിനെ അവിടെ ജയിക്കാൻ പറ്റി. എല്ലാ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകും, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ സഭയുടെ സ്വാധീനവും ഉണ്ടാകും. അവരെല്ലാ കാര്യങ്ങളും തയ്യാറെടുപ്പിലുമായിരുന്നു. ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലായിരുന്നു. അവരുടെ പേര് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വീണ ജോർജിന്റെ പേര് മാത്രമായിരുന്നു ആറന്മുള മണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ആ സഭയിലെ തുമ്പവൺ ഭദ്രാസനം എന്ന് പറയുന്നത് ഈ ഓർത്തഡോക്സ് സഭയുടെ പ്രധാനപ്പെട്ട കുറച്ച് വൈദികരൊക്കെ അടങ്ങുന്ന സ്ഥലമുണ്ട്. ആ പ്രധാനപ്പെട്ട വൈദികരെ 10-25ഓളം വൈദികരെ അവരെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തെ കപ്പൽശാല കാണിക്കുന്നതിനായിട്ട് കൊണ്ടുപോയിരുന്നു. അവരുടെ ചെലവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കപ്പൽശാല കാണിക്കുന്നതിനും അവർക്ക് വലിയ കാര്യങ്ങളും ഭക്ഷണങ്ങളും അവരെ അത്തരം കാര്യങ്ങൾ കാണിക്കുന്നതിനായിട്ട് സ്വന്തം മണ്ഡലത്തിലെ ആളുകളാണ്, ഓർത്തഡോക്സ് സഭയിലെ പ്രധാനപ്പെട്ട വൈദികരാണ് അവർ കൊണ്ടുപോയത്. അതിനൊക്കെ ചില രാഷ്ട്രീയ തലത്തിൽ മറ്റു ചില ആരോപണങ്ങളൊക്കെ ചിലരൊക്കെ ഉന്നയിച്ചിരുന്നു. ഇവരെ മാത്രം എന്തിനാ കൊണ്ടുപോകുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ അവർക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളിലെ, മറ്റു മതവിഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളിലെ അവരെ ആരെയും കൊണ്ടുപോകാത്ത എന്താ, ഇവരെ മാത്രം എന്തിനാ കൊണ്ടുപോയെന്നൊക്കെ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി.
അപ്പൊ എല്ലാ തരത്തിലും ഞാൻ പറഞ്ഞു വന്നത് അവരെല്ലാ തരത്തിലും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 3-ാം പ്ലാറ്റ്ഫോമിൽ പ്രശ്നങ്ങളായത്. 3-ാമത്തെ പ്ലാറ്റ്ഫോമാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിന്റെ കാര്യം അതാണ്. ഒന്നിൽ വെച്ചാണ് സംഭവം ഉണ്ടായതെങ്കിലും അതിന്റെ രക്ഷണം മുഴുവൻ കണ്ടത് 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നത്. അത് വെറുതെ പറയല്ല, അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനയല്ല, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് തന്നെ പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് തന്നെ അവരുടെ ഭർത്താവ് ജോർജ്, അതിന്റെ പത്തനംതിട്ടയുടെ ചുമതല പഴയ നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനാണ്. ഐസക്കിനോട് തന്നെ അത് സൂചിപ്പിച്ചിരുന്നു, അത് ഞങ്ങൾ മത്സരിക്കുന്നില്ല. അപ്പൊ ഇനി അത് ഐസക് അത് സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യണം. ഇവർ സംസ്ഥാന തലത്തിലുള്ള നേതാവായതുകൊണ്ട് സംസ്ഥാന തലത്തിൽ വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പൊ ഒരു ഭർത്താവ് അങ്ങനെ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് പാർട്ടി വേണം ഔദ്യോഗികമായിട്ട് തീരുമാനിക്കാൻ. എന്തായാലും ഒരു വലിയ തീരുമാനമാണ്, രാഷ്ട്രീയത്തിൽ വലിയ ഒരുപാട് പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനമാണ്. ഇവർക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ ഇനിയും കോൺഗ്രസിന്റെ യുവമുഖങ്ങളായ അബിൻ വർക്കിയെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മക്കളെ ആരെങ്കിലും മത്സരിപ്പിക്കണം എന്നൊക്കെ കോൺഗ്രസും ആലോചിച്ചുകൊണ്ട് വരികയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് ഇത് അപ്രതീക്ഷിതമായ ഇന്നൊരു വലിയ വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് മറ്റു ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് ഇതൊരു ഒരു രാഷ്ട്രീയപരമായ ഒരു അടവായിട്ട് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. കാരണം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചെലവുണ്ട് അല്ലെ. രാഷ്ട്രീയ പാർട്ടി നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞ ദിവസം ഒരു MP യുടെ ഒക്കെ കണക്ക് കേട്ടില്ലേ, കോടിക്കണക്കിന് രൂപ ചെലവ് വരുമെന്നാണ് പറയുന്നത്. ഔദ്യോഗിക കണക്ക് ഒന്നാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. ഒരു MLA ആണെങ്കിൽ എന്തായാലും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കേണ്ടി വരും. അങ്ങനെ ചെലവാക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ 2 തവണ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇനിയും പൈസ മുടക്കാൻ ഞങ്ങൾക്കില്ല. ഇനിയും ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തം അക്കൗണ്ടിൽ കൂടെ പൈസ മുടക്കിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായ പ്രയാസം ഉള്ളത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ അവരുടെ ഭർത്താവ് അങ്ങനെ പറഞ്ഞതായിരിക്കാം. സാമ്പത്തിക ചെലവ് അല്ലെങ്കിൽ പാർട്ടി വഹിക്കണം, പാർട്ടി തന്നെ ഒരു പക്ഷെങ്കിൽ മുഴുവൻ സാമ്പത്തിക ചെലവ് വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ മത്സരിക്കാവുന്നതാണ് എന്നൊക്കെയാണ് ഒരു തരത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ വിരോധമുള്ള ചില ആളുകൾ, വിരോധമൊന്നല്ല നിരീക്ഷിക്കുന്ന ചില ആളുകൾ പറയുന്ന ഒരു കാര്യം അതാണ്. ചിലപ്പോൾ ഇനി അതിനു വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വർത്തമാനമായിരിക്കാം ഇത്. അത്തരത്തില് അവരത് ഒഴിഞ്ഞു മാറുക, പാർട്ടി മുഴുവൻ ചെലവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മത്സരിക്കാമെന്ന് ചിലപ്പോൾ നിലപാടെടുത്തേക്കാം. ഇനി അതല്ല, ഇനി അഥവാ മത്സരിച്ച് ജയിച്ചെന്നിരിക്കട്ടെ, ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ആരോഗ്യം വേണ്ട, അങ്ങനെ ഒരു കണ്ടീഷനും ചിലപ്പോൾ ഇതിനകത്ത് വരാമെന്നാണ്. ആരോഗ്യ വകുപ്പിനെയും വേണ്ട. കാരണം അവർ ഏറ്റവും കൂടുതൽ പരിദോഷം കേട്ട വകുപ്പ് അതാണ് അല്ലേ. ഈ മന്ത്രിസഭയിലെ ഏറ്റവും കൂടുതൽ പരാതികൾ കേട്ട വകുപ്പിൽപ്പെട്ട ഒന്നാണ്. കാരണം പൊതുജനവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് വരുന്നതാണ്. സിസ്റ്റം ഫെയിലർ എന്നാണ് ഇതിനെ പൊതുവായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു പേര്. ഇപ്പം സിസ്റ്റം തകരാറാണ്, എവിടെ നോക്കിയാലും സിസ്റ്റം തകരാറാണ്. എത്ര കേസുകൾ, പരസ്യമായിട്ട് തന്നെ എത്ര കേസുകൾ. അവസാനം ആലപ്പുഴക്കാരി ഒരു വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കണ്ടുവരെ ഉള്ളതാണ് ഏറ്റവും അവസാനത്തെ കേസായിട്ട് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അതല്ലാതെ വേറെ സജീവമായിട്ട് മറ്റു കേസുകളും ഉണ്ട്. ആശുപത്രി ചെന്ന കുഞ്ഞിന്റെ കൈ മുറിച്ച് കളഞ്ഞ കേസുകളടക്കം കേരള സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ പഴിദോഷം, അതുകൊണ്ട് സ്വന്തം ഡോക്ടർ തന്നെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു. അദ്ദേഹം എന്തായാലും രക്ഷപ്പെട്ടത് ഭാഗ്യമായി. അദ്ദേഹത്തിന് പൊതുജന സമൂഹം അദ്ദേഹത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിന്റെ പേര് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ. അങ്ങനെ ഏറ്റവും കൂടുതൽ പഴികേട്ടൊരു വകുപ്പ്, ആ വകുപ്പിനെയും വേണ്ട, ഇനിയും വേണ്ട. അല്ലെങ്കിൽ അവരിപ്പോ മറ്റു ചില ഉദ്ദേശങ്ങളിൽ ഒരു പക്ഷേ ചില വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ ഉന്നത വിദ്യാഭ്യാസം, അവര് ജേർണലിസം പത്രപ്രവർത്തന അടിസ്ഥാന യോഗ്യതയൊക്കെ ഉള്ളതാണ്. അത്തരത്തിലുള്ളതായതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വകുപ്പുകൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളിലേക്കൊക്കെ ഇനി മറ്റൊരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒന്ന് മാറാൻ വേണ്ടി, മാറണമെന്നുണ്ടെങ്കിൽ LDF-ന് ഭരണം കിട്ടണം കേട്ടോ. LDF-ന് ഭരണം കിട്ടിയെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യത വരികയുള്ളൂ. ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്, ഇങ്ങനെ ഒരു പറച്ചിൽ നടത്തിയെന്നാണ് മറ്റു ചില വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഇതൊന്നുമല്ല, മൂന്നാമത്തെ ഒരു ആളുകൾ പറയുന്നത്, ഇപ്പൊ KSU കഴിഞ്ഞ ദിവസം പരസ്യം കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വീണ ജോർജ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊതുരംഗത്തേക്ക് വന്നാൽ ഞങ്ങൾ ഇനിയും തടയുമെന്നാണ് പറയുന്നത്. നോക്കുക, അപ്പൊ എങ്ങനെ സമാധാനമായിട്ടൊരു ഭർത്താവ് കഴിഞ്ഞു വിടും? ഇനിയും അവരെ തടയുകയും കയ്യെ പിടിച്ചു തിരിക്കുകയും അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. അപ്പൊ അങ്ങനെ ആശങ്ക പുറത്ത് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ KSUക്കാരുടെ തടച്ചിലോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കരുതിയിട്ട് മുൻകൂട്ടി പറഞ്ഞതായിരിക്കാം. ഇനി അതല്ല, ഭരണം കിട്ടിയില്ല എന്നിരിക്കട്ടെ, ഭരണം കിട്ടിയില്ല, അവർ MLA ആയിട്ട് ജയിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വല്ല കോർപ്പറേഷന്റെ ചെയർമാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാരവാഹിത്വം ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സർക്കാർ നോമിനിയായിട്ട് കഴിഞ്ഞാൽ പോരെ, സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടാ എന്നുള്ളൊരു തോന്നലും അദ്ദേഹത്തിന് ഉണ്ടാകാം. എന്താണ് എല്ലാവരും മോഹിക്കുന്ന ഒരു പോസ്റ്റാണ് ഒരു മന്ത്രി അല്ലെ, ഒരു MLA സ്ഥാനം എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ മോഹമാണ്. ആ മോഹം അവർക്ക് വേണ്ടെന്ന് പറയാണ്. അവരല്ല പറയുന്നുണ്ട്, ഭർത്താവാണ് പറയുന്നതെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഭർത്താവിൽ കൂടെ വാക്ക് വന്നതായിരിക്കാം. അപ്പൊ രാഷ്ട്രീയക്കാർക്ക് മോഹങ്ങൾ ഇല്ലാതാകുകയാണോ?
എന്താണ് മനസ്സിലാകുന്നില്ല. അതോ ഇത്തരത്തിലുള്ള ഭീഷണികൾ കൊണ്ടോ അല്ലെ നമ്മൾ മുമ്പേ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണോ ഭർത്താവ് ഇത് പറഞ്ഞത്? എന്താ 2 ദിവസത്തിനകം 8-ാം തീയതിക്ക് മുമ്പ് CPM-ന്റെ ലിസ്റ്റ് ഔദ്യോഗികമായിട്ട് വരുമെന്നാണ് പറയുന്നത്. 2-3 ദിവസത്തിനകം ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജഗോപാൽ സാർ പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റ് അതാണ്. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അയാൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടു എന്ന് തോന്നുന്നത് സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോഴാണ്. പാർട്ടിക്കകത്തായാലും നിയമസഭയ്ക്കകത്തായാലും ഒക്കെ അത്തരത്തിൽ ജനങ്ങൾ അംഗീകരിച്ച, അത്തരത്തിൽ വിജയിച്ച് മന്ത്രിയായ ഒരു വ്യക്തി കൂടിയാണ് വീണ ജോർജ്. ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഉണ്ടാവുന്ന അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ, ഇതൊക്കെ കാരണം അവർ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ ഇത്രയും കാലത്തെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അവരെന്ത് പഠിച്ചു എന്നതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. എന്തായാലും വീണ ജോർജ് മത്സരിക്കുന്നതിൽ നിന്ന് എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭർത്താവായ ജോർജ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു കൗതുകകരമായ വാർത്ത എന്ന് പറയുന്നത്. വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.